الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ പരിപൂർണാർത്ഥത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ നിരന്തരമായി കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ് വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. തന്നോട് മോശമായി പെരുമാറുന്നവനോടും ഉപദ്രവിക്കുന്നവനോടും പ്രയാസപ്പെടുത്തുന്നവരോടും തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കാതെ, മനസ്സിൽ പക കൊണ്ട് നടക്കാതെ, പുറത്തു കൊടുക്കാനും മാപ്പ് കൊടുക്കാനുമുള്ള ആ ഒരു മനസ്സ്, അതൊരു വിശ്വാസി തന്റെ ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. അത് അള്ളാഹുവിന്റെ സ്വഭാവമായി, അവന്റെ വിശേഷണമായി റഹ്മാനായ റബ്ബ് പഠിപ്പിക്കണം. ഇന്നല്ലാഹ ലഅഫൂൻ ഗഫൂർ. അള്ളാഹു എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്, വിട്ടുവീഴ്ച കാണിക്കുന്നവനാണ്. അള്ളാഹുവിനേക്കാൾ വലിയ വിട്ടുവീഴ്ച കാണിക്കുന്ന ഒരാളുമില്ല. പലപ്പോഴും ആ അള്ളാഹു അത്രത്തോളം വിട്ടുവീഴ്ച കാണിക്കുന്നത് കൊണ്ടാണ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടൊക്കെ വന്നിരിക്കുന്നത്. അള്ളാഹു തന്റെ ആ ഒരു വിശേഷണം, അതിന്റെ ഒരു അംശം തന്റെ അടിമകളായ വിശ്വാസികളിൽ നിന്നും ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നതും അവിടുന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫമൻ അഫ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയാണ്. ആരാണ് പുറത്തു കൊടുക്കുന്നത്?
ആരാണ് പരസ്പരം മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്? ഫഅജ്റുഹു അലല്ലാഹ്, അവൻക്ക് ഉത്തമമായ പ്രതിഫലം റഹ്മാനായ റബ്ബിന്റെ അരികിലാണ് ഉള്ളത് എന്നാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രീതിശാസ്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച സൂറത്ത് ഫുസ്സിലത്തിലെ 34-ാമത്തെ വചനത്തിൽ എന്താ റബ്ബ് പറയണമെന്ന് അറിയോ? വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ. പലപ്പോഴും നമ്മൾ കേട്ടൊരായത്താണ്, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. ഒരു തിന്മ ആരുടെ അടുത്ത് നിന്ന് നിനക്ക് ഉണ്ടാകുമ്പോ അതേ രൂപത്തിലല്ല നീ പ്രതികരിക്കേണ്ടത്, തിന്മയെ നന്മ കൊണ്ട് നേരിടൂ എന്നാണ്. ഇത് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്ന വല്ലാത്തൊരു പാഠമാണ്. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും പ്രിയമുള്ളവരെ ഇത് കാത്തു സൂക്ഷിച്ചാൽ നമുക്കതുകൊണ്ട് ഉയർച്ചയും വെളിച്ചവും തെളിച്ചവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റബ്ബ് പറഞ്ഞതാണ്. അല്ലാഹു പറയാണ്, ഫഇദൻ ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. ഈ മെത്തഡോളജി നീ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ പ്രത്യക്ഷത്തിൽ നിന്റെ ശത്രുവായ ആളുകളെ പോലെ നിനക്ക് ആത്മമിത്രമായി കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അക്ഷരം പ്രതി അനുസരിച്ചു നമ്മുടെ മുൻഗാമികളുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ സുഹൃത്തുക്കളെ, വിട്ടുവീഴ്ചയുടെ മകുടോദാഹരണങ്ങളായിരുന്നു അവരുടെ ലൈഫൊക്കെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ തീർത്താൻ കഴിയാത്ത അത്രയും പറഞ്ഞാലും തീരാത്ത അത്രയും ഈ ഒരു വിഷയത്തിൽ നമുക്ക് മാതൃകകൾ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ശ്രമിച്ചു, കൂട്ടരെ കൊല്ലാൻ, വകവരുത്താൻ ശ്രമിച്ചു. അള്ളാഹിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു മാംസത്തിന്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ആ മാംസത്തിന്റെ ഭാഗം തന്നെ വാങ്ങി ഒരു ജൂതപ്പെണ്ണ് സൽക്കരിച്ചു. നല്ല മുന്തിയ വിഷം പുരട്ടിയിട്ടാ സൽക്കരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ള ഒരു സ്വഹാബിയും പട വിരുന്നിന് പോയി. പ്രവാചകൻക്ക് വൈബ് അറിയാത്തത് കൊണ്ട്, മറഞ്ഞ കാര്യം അറിയാത്തത് കൊണ്ട്, ഏറ്റവും വലിയായ സ്വാലിഹായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വൈബ് അറിയാത്തത് കൊണ്ട് താൻ നീട്ടുന്ന ആ ഒരിടുത്ത കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൽ വിഷമുണ്ടെന്ന് അറിഞ്ഞില്ല. കൂടെയുള്ള സ്വഹാബി ആ ഭക്ഷണം കഴിച്ചു മരണപ്പെട്ടു. പ്രവാചകൻ തന്റെ വായിലേക്ക് വെക്കുമ്പോഴാണ് വഹി വരുന്നത് വിഷമുണ്ട് എന്ന്. ഇതറിഞ്ഞ സമയത്ത് സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അവളെ വകവരുത്തട്ട പ്രവാചകരെ, റസൂലിനെ കൊല്ലാൻ മാത്രം അവൾ ആയി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ എന്നല്ല പറഞ്ഞത്. അല്ലേ? ഇവിടെ ആലോചിക്കുകയും, നമ്മളെ കൊല്ലാൻ ശ്രമിച്ച ഒരാള്, അല്ലെ, പരിക്കേൽപ്പിച്ചവരെ കുറിച്ചല്ല പറയണത്, വാക്ക് പറഞ്ഞവരെ കുറിച്ചല്ല, പോര് പറഞ്ഞവനെ കുറിച്ചല്ല പറയണത്. സ്വന്തം ജീവിതത്തെ വകവരുത്താൻ വേണ്ടി പരിശ്രമിച്ച ഒരുത്തൻ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവനെ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ അവനോട് പെരുമാറുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിട്ടുകളയുന്നത്. തീർന്നോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭയം പ്രാപിച്ചുകൊണ്ട് ത്വായിഫിലേക്ക് പോകുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. സ്വന്തം നാട്ടുകാർ പ്രബോധനത്തിന് പിന്നെ സാഹചര്യം തരാത്ത നിമിഷത്തിൽ തങ്ങളാൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോണത്. അവിടെ എത്തി പച്ചവെള്ളം കൊടുത്തില്ല. അത് മാത്രമല്ല, അങ്ങാടി പിള്ളേരുടെ കൈകളിൽ കല്ല് കൊടുത്ത് ശക്തമായ രൂപത്തിൽ എറിഞ്ഞാട്ടിങ്ങോട്ട് വിട്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈഫിൽ പ്രവാചകൻ വേറെ വേദനിച്ചൊരു രംഗമായിരുന്നു അത്. ശാരീരിക വേദനകൾക്കപ്പുറത്ത് മാനസികമായ വേദന അനുഭവിച്ച് തിന്നുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് മലക്കുകൾ വരുന്നുണ്ട്. പർവ്വതത്തിന്റെ ആ ഒരു നിയന്ത്രണം ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എന്താ? ഈ രണ്ട് പർവ്വതങ്ങളും താങ്കൾ പറയുകയാണെങ്കിൽ അവരുടെ മേലേക്ക് ഞാൻ ഇടും. അല്ലെ, ത്വായിഫ് മലമടക്കുകളാണ്. പ്രവാചകരെ, ഈ ചെയ്തതിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ താങ്കളൊന്ന് മൂളിയാൽ മതി. ഈ രണ്ട് പർവ്വതങ്ങളെയും ആ സമൂഹത്തിന്റെ മുകളിലിട്ട് ഞാൻ തരിപ്പണമാക്കാൻ ഞാൻ റെഡിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർന്നൊലിക്കുന്ന രക്തം മെല്ലെ തുടച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹു വഹദ വലാ യുശ്രികു ബിഹി ഷൈഅ. ഇല്ല, വേണ്ട, ഒരിക്കലും വേണ്ട. ഞാൻ ആഗ്രഹിക്കണം എന്താണെന്നറിയോ? ആ കൂട്ടത്തിൽ നിന്നും ഭാവി തലമുറയിൽ നിന്നെങ്കിലും ഒരുത്തൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ടീം അതിൽ നിന്ന് വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. എത്രയാണ് സുഹൃത്തുക്കളെ പ്രവാചകൻ വിട്ടുകൊടുത്തത്? ഉഹദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂമേനിയിൽ നിന്നും രക്തം നിർഗളിക്കുകയാണ്.
അല്ലെ? അമ്പ് തട്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വന്ന് അമ്പ് തറച്ച് ആ രക്തം ഇങ്ങനെ തുടച്ചു നിൽക്കുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞൊരു വാക്കെന്താണെന്നറിയോ? പടച്ച റബ്ബ് ഇവരെ തരിപ്പണമാക്കുന്നല്ല, അല്ലാഹുമ്മ ഇഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കാൻ മാത്രം ദേശത്തോട് നിൽക്കുന്ന ശത്രു സമൂഹത്തെ നോക്കിയിട്ട് പറയാ, പടച്ചോനെ എന്റെ സമൂഹത്തിന് നീ പൊറിച്ചു കൊടുക്കണേ റബ്ബേ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഇത് പറയുമ്പോ പ്രവാചകൻ രക്തം ഇങ്ങനെ തുടക്കുകയാണല്ലോ. മുഖത്തുനിന്ന് ആ രക്തം ഇങ്ങനെ തുടച്ചിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറയുന്നത്. ഇങ്ങനെ എല്ലാവരും 10-23 വർഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും ഉപദ്രവിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ മരണപ്പെട്ടപ്പോൾ പോലും അതിൽ സന്തോഷം പ്രകടിപ്പിച്ച, പ്രവാചകൻ ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിച്ച, പ്രവാചകന്റെ പ്രിയതമയെ കുറിച്ച് ആരോപണം പറഞ്ഞ ആളുകളെ മുഴുവനും പ്രവാചകന്റെ കൈക്കുമ്പിൽ ഇങ്ങനെ കിട്ടിയ ദിവസം, മക്ക വിജയം നേടിയ ദിവസം, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം നമുക്കവിടെ കാണാൻ കഴിയും. പ്രവാചകനോട് ചോദിച്ചു, മാ തറൗന അന്നീ ഫാഇലു ബിക്കും, ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്ന നിങ്ങൾ കരുതുന്നത്? അവർക്ക് ഉറപ്പായിരുന്നു പ്രവാചകൻ ഒന്ന് രസ് മൂളിയാൽ ഞങ്ങളുടെ ശിരസ് മദീനത്ത് കടന്നുരുളും, അല്ലെങ്കിൽ മക്കത്ത് കടന്നുരുളും. അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു, ഖാലു ഖൈറൻ അഖുൻ കരീം വബ്നു അഖിൻ കരീം, താങ്കൾ ഒരു മാന്യനായ സഹോദരനാണെന്ന് ഞങ്ങൾക്കറിയാം, മാന്യന്റെ മകനാണെന്ന് ഞങ്ങൾക്കറിയാം, താങ്കളിൽ നിന്ന് മാന്യത മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് പറഞ്ഞു, അഖൂലു കമാ ഖാല അഖി യൂസുഫ്, എന്റെ സഹോദരൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ അതേ വാചകമാണ് എനിക്കും പറയാനുള്ളത്. എന്താ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ശരിക്കാനുള്ള പാഠങ്ങൾ കിട്ടിയത് അവരുടെ മുൻകാലത്തുള്ള ആളുകളിൽ നിന്നാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചെറിയ കുഞ്ഞാകുമ്പോൾ സുഹൃത്തുക്കളെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടില്ലേ? അല്ലെ? എത്ര വലിയ ദ്രോഹമാണ് ചെയ്തത്! കൊന്നു തള്ളാൻ വേണ്ടിയിട്ടല്ലേ അത് ചെയ്തത്? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞ് 2 കാലം നിൽക്കാനുള്ള സമയമായപ്പോ എല്ലാവരും ഇങ്ങനെ കിട്ടിയപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എടുത്ത നിലപാടെന്താ? തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാ? പക വീട്ടാനുള്ളതാണെന്നാണ് ആളുകൾ പറയാ. അല്ല കൂട്ടരെ, നമുക്ക് പകയില്ല, നമ്മൾ പക വീട്ടാനും പോണില്ല. അതല്ല മുൻഗാമികളുടെ പാത നമ്മൾ മനസ്സിലാക്കുക. അന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് മുഴുവനും മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും സംസാരത്തിൽ പിന്നീട് എന്നാലും നിങ്ങൾ അന്ന് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നൊരു വാക്കുകൊണ്ട് പോലും പിന്നീട് ആ മാറ്റർ എടുത്തിട്ടില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവരാണ് എനിക്ക് മാതൃക. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അന്ന് യൂസുഫ് പറഞ്ഞതെന്തോ അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്നാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാചകം, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് മേൽ യാതൊരുവിധ പ്രതികാര നടപടിയുമില്ല, യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബൂ ഫഅൻതും മുത്ലഖാ, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ എല്ലാവരും നിർഭയരാണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചതിന്റെ 7 അയലത്ത് വരുന്ന പ്രയാസം സഹോദരാ ഞാനും നിങ്ങളും അനുഭവിച്ചിട്ടില്ല. എല്ലാവർക്കും വിട്ടുകൊടുക്കാൻ, മാപ്പ് കൊടുക്കാൻ മാത്രം വിശാലമായ മനസ്സ് കാണിച്ചു തന്നിട്ടാണ് അള്ളാന്റെ റസൂൽ നമ്മുടെ മുമ്പിൽ നിന്നും മരണമടഞ്ഞിട്ടുള്ളത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തുണ്ടായത്? സ്വന്തം മകളെ പറ്റിയിട്ട് വ്യഭിചാരോപണം നടന്നത്. എത്ര ദിവസാ സുഹൃത്തുക്കളെ, അങ്ങാടിയിൽ ചന്തയിൽ മുഴുവനും ചർച്ചയാണ് ആയിഷുമനെ കുറിച്ചിട്ട്. എങ്ങനെയാണ് ആ വാചകങ്ങൾ കേട്ടു നിൽക്കുന്ന ഉപ്പാന്റെ ഹൃദയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ അങ്ങാടി പോകുമ്പോ നമ്മുടെ മകളെ കുറിച്ചിട്ട് വ്യഭിചാരിണിയാണല്ലേ എന്ന്, ജാനിയത്താണല്ലേ എന്ന് ആ ചാരിത്രശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഏത് വാപ്പക്ക് എത്ര നേരം കേട്ടു നിൽക്കാൻ കഴിയും സഹോദര? എത്ര കാലം കേട്ടുക്കാൻ കഴിയും? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യനെ കുറിച്ച് ചോദിക്കേണ്ടി വന്നില്ലേ? അവസാനം മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ചോദിച്ചു, ആയിഷ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അത്രത്തോളം ചോദ്യശകലങ്ങൾ ഉയർന്ന മുൾമുനിൽ നിൽക്കുന്ന സമയത്താണ് ആയിഷ റളിയല്ലാഹുവിന്റെ നിർഭയ അവരുടെ ആ ഒരു പ്രയാസം മാറ്റിവെച്ചിട്ട് ആയത്തിറങ്ങുന്നത്. ഇവിടെ ചാരിത്ര ശുദ്ധിയെ വിശദീകരിച്ചുകൊണ്ട് ആയത്തിറങ്ങി. അപ്പോഴാണ് വഹി വന്നപ്പോഴാണ് കള്ളി പൊളിഞ്ഞത്. ആ സമയത്ത് ഈ വ്യഭിചാര ആരോപണത്തിന് മുൻപിൽ നിന്നൊരു മനുഷ്യൻ മിസ്തഹ് എന്ന് പറയുന്ന ആളാരാന്നറിയോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെലവിനെടുത്ത മനുഷ്യനായിരുന്നു. ഇത് കേട്ട ഉടനെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏതൊരു വാപ്പെടുക്കണ നിലപാട് എടുത്തു. ആഹാ, എന്റെ കയ്യിൽ നിന്ന് ചോറ് തിന്നിട്ട് എനിക്കെതിരെ കൊത്തുകയോ, അല്ലെ?
ഏത് വാപ്പാന്റെ ഹൃദയമോ ഒന്ന് പടക്കാതിരിക്കുക? അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ മിസ്തഹിന് ചെലവിന് കൊടുക്കൂല, ഇനി ഞാൻ മിസ്തഹിന് ചെലവിന് കൊടുക്കൂല. സുഹൃത്തെ, വല്ല തെറ്റുമുണ്ടോ? നമ്മളെല്ലാവരും എടുക്കുന്ന നിലപാടല്ലേ? തിരുത്തിയത് ആരാണെന്നറിയോ? റഹ്മാനായ റബ്ബ തിരുത്തിയത്. ആ നിലപാട് ശരിയല്ല അബൂബക്കർ എന്ന് പറഞ്ഞത് ആരാണെന്നറിയോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. ആകാശ ലോകത്ത് റഹ്മാനായ റബ്ബ് വഹയിറക്കി, വലാ യഅ്തലിൽ ഉലുൽ ഫദ്ലി മിൻകും വസ്അഅതി അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാകിൻ വൽ മുഹാജിരിൻ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പിന്നെ മുഹാജിറുകളായി കടന്നു വന്ന ആളുകൾക്ക് അള്ളാഹു ധനം കൊടുത്തിട്ട് ആളുകൾ ചെലവിന് കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ ആരും പറഞ്ഞു പോകരുത്. എന്നിട്ടോ അവർ മാപ്പ് കൊടുക്കട്ടെ, അവർ വിട്ടുവീഴ്ച കാണിക്കട്ടെ. എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ആഡിങ്ങും കൂടി, എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു വാചകം കൂടി എന്താ പറഞ്ഞറിയോ? അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും. കൂട്ടരെ, നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേ അള്ളാഹ് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കണില്ലേ എന്ന്. നമ്മളടുത്തൊരു മിസ്റ്റേക്ക് പറ്റി നമ്മൾ എന്താ ആഗ്രഹിക്കുക? എനിക്കത് പുറത്തരണന്നല്ലേ, ആളുകൾ എനിക്കത് മാപ്പ് തരണമല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്ന നീ അവരെനിക്ക് വിട്ടുകൊടുക്കാതിരിക്കുക, വിട്ടുവീഴ്ച കാണിച്ചു കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എത്രമേൽ പ്രശ്നമാണ്. റഹ്മാനായ റബ്ബ് പറഞ്ഞപ്പോ ആ ഒരൊറ്റ ആയത്തിൽ ഇറങ്ങിയപ്പോഴേക്കും ഈ നിലപാട് അബൂബക്കർ കൊണ്ട് മാറ്റി. എനിക്കെന്റെ റബ്ബ് പുറത്തു തരണമെന്ന ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആർക്കും എത്ര വലിയ തെറ്റും പുറത്തു കൊടുക്കാൻ റെഡിയാണെന്ന് നിലപാട് ഉറപ്പിച്ചു. ആ അബൂബക്കർ, ആ സഹോദര, നമുക്ക് മാതൃക. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, താബീങ്ങളിലേക്ക് ഒരിക്കൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒരു രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത് അറിയോ? അല്ലാഹുമ്മ അഅ്ഫു അമ്മൻ വലമനി ഫഅക്സറ ഫീ ദാലിക. അദ്ദേഹം പറയാ, രാത്രി ഇരുളിൽ നിന്ന് അദ്ദേഹം തഹജ്ജുദ് എടുക്കുന്ന സമയത്ത് പറയാണ്, പടച്ചോനെ, എന്നോട് ദ്രോഹം നടത്തി എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ. അദ്ദേഹം അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അത് കേട്ട ആള് പോയി ചോദിച്ചു, ഫഖാല ലഹു റജുലുൻ യാ അബാ സഈദ് ലഖദ് സമിഅ്തുക ലൈലക തദ്ഉ ലിമൻ വളമക ഹത്താ തമന്നൈതു അൻ നകൂന ഫീമൻ വളമക. താങ്കൾ ഇങ്ങനെ താങ്കളോട് ദ്രോഹം ചെയ്ത ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ ഇന്നലെ ഇങ്ങനെ കേട്ടപ്പോ ഞാൻ താങ്കൾ ദ്രോഹിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എന്താ? ദ്രോഹിച്ച ആൾക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എത്ര വിശാലമായ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക. അപ്പൊ എന്താ അതിന് മാത്രമുള്ളത്? എന്താ ഫമാ ദഅക ഇലാ ദാലിക്. ഹസനുൽ ബസ്രി ഇങ്ങനെ താങ്കളോട് ദ്രോഹം കാണിച്ച ആളുകൾക്ക് ഇത്രമേൽ മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മാത്രം താങ്കളെ പ്രേരിപ്പിച്ച ഘടകം എന്താ എന്ന് ചോദിച്ചപ്പോ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു വെച്ചൊരു ആയത്തിന്റെ കഷ്ണമാ സഹോദര നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഫമൻ അഫാ വഅസ്ലഹ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. ആരാണ് പുറത്തു കൊടുക്കുന്നത്? ആരാണ് കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത്? അവൻക്ക് അള്ളാഹുവിന്റെ മേൽ പിന്നെ പ്രതിഫലം നൽകാമെന്ന ബാധ്യതയുണ്ട് എന്ന്. നോക്കൂ നിങ്ങൾ, ആ പ്രതിഫലേച്ഛയോടുകൂടെയാണ് അവർ ചെയ്തത് എന്ന്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലേ, ഖൽഖുൽ ഖുർആന്റെ വിഷയത്തിൽ ശക്തമായ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങി. ചരിത്രത്തിൽ കാണാൻ കഴിയും, അദ്ദേഹത്തിന് കിട്ടിയ അടിയൊക്കെ ആനക്ക് കിട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആന പോലും ചിലപ്പോൾ ചത്തുപോകുമാറ് അത്ര ശക്തമായ പ്രഹരം കിട്ടിയെന്ന. ചെമ്പട്ടി കൊണ്ട് കുതിര തല്ലിയിരുന്നു എത്ര. പക്ഷെ ദീൻ അദ്ദേഹം വിട്ടില്ല, ആദർശ കണിശതയോടെ കൂടെ നിന്നു. പക്ഷെ ബോധം ഇടക്കിടക്ക് പോകും. വരുമ്പോഴൊക്കെ പറഞ്ഞെന്താണെന്നറിയോ? അല്ലാഹു മൈമൂൻ, അദ്ദേഹത്തെ പ്രഹരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിന് നീ പുറത്തു കൊടുക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിനെ കുറിച്ച് പ്രിയ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ ശക്തമായ രൂപത്തിൽ ഉപദ്രവിച്ചിരുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ ഒരു സന്തോഷ വാർത്ത എന്നുള്ള നിലക്ക് ഇബ്നുൽ ഖയ്യിം പോയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഏറ്റവും വലിയ ശത്രുവാണ് മരണപ്പെട്ടത്. അത് പറഞ്ഞാൽ അദ്ദേഹം സന്തോഷിക്കുമെന്ന നിലക്കാണ് പോയത്. അദ്ദേഹം ദർസ് പോലും നിർത്തിവെച്ച് ആ മരണപ്പെട്ട ആളുടെ വീട്ടിലേക്ക് പോയി എന്നാ. എന്നിട്ട് വീട്ടുകാരോട് പറഞ്ഞത്രേ, അനലക്കും മക്കാനഹു അനലക്കും മക്കാനഹു വലാ യകൂനു ലക്കും അംറുൻ തഹ്താജൂന ഫീഹി ഇലാ മുസാഅദത്തിൻ ഇല്ലാ വസാഅതുകും ഫീഹി. അഥവാ നിങ്ങളുടെ ഈ മകൻ അല്ലെങ്കിൽ ഇന്ന ആള് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ. ആ മരണപ്പെട്ട വ്യക്തിയുടെ നിങ്ങൾക്ക് കിട്ടിയ പിന്നെ സഹായങ്ങൾ എന്തൊക്കെയാണോ അതിന്റെ കഴിവിന്റെ പരം ഞാൻ ചെയ്തു തരുന്നതാണ്. ആരാ മരണപ്പെട്ടത്? ഏറ്റവും വലിയ ഒരു ശത്രുവാണ്. നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ,
അപ്പോ അത്രയേറെ നമ്മുടെ മുൻഗാമികൾ ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തിയെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒറ്റ ആൻസറേ അതിനുള്ളൂ. അവര് പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചത് ആത്മാർത്ഥമായിരുന്നു. അവർക്കൊരു വാശില്ല, ഒരു വേറില്ല, ഒന്നുമില്ല. എത്ര വലിയ തെറ്റും പുറത്തു കൊടുക്കാൻ അവർ റെഡിയായിരുന്നു. കാരണം അതിലൂടെ കിട്ടുന്ന പരലോകത്തെ നേട്ടം മാത്രമാ സഹോദര അവരൊക്കെ ആഗ്രഹിച്ചത്. നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് നല്ലോണം ആലോചിക്കണം. നിസാരമായ കാര്യത്തിന്റെ പേരിൽ കാരണങ്ങളുടെ പേരിൽ വർഷങ്ങളോളം വിട്ടു നിൽക്കുന്നവർ, പിണങ്ങി നിൽക്കുന്നവർ, പക വീട്ടാനുള്ളതാണെന്ന് വലിയ ആപ്തവാക്യം എല്ലായിടത്തും പിന്നെ മെസ്സേജിലൂടെയും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലേ, അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ. ചെറിയൊരു ഉദാഹരണം പോലെ ചെറിയൊരു വിഷയത്തിൽ പോലും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? എതിരെ വരുന്നൊരു വാഹനം ഡിമ്മടിക്കാനൊന്നും മറന്നാൽ ബ്രൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോ ശക്തമായ രൂപത്തിൽ അതുവരെ ഡിമ്മാക്കി നമ്മൾ തിരിച്ച് ബ്രൈറ്റ് അടിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് മനസ്സ് നമ്മുടെ ആലോചിക്കുന്നത് അല്ലേ? ആ ഒരു നിസ്സാര ഒരു റോഡിന്റെ മുമ്പിലുള്ള ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന രംഗത്ത് പോലും നമുക്ക് വിട്ടുവീഴ്ചക്ക് മാപ്പ് കൊടുക്കാൻ, പുറത്തു കൊടുക്കാൻ അറിയാതെ ചെയ്തതായിരിക്കും, സാരല്ലടാ എന്ന മെന്റാലിറ്റിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ ഈ മുൻഗാമികൾ നടന്നെടുത്ത സ്വർഗത്തിലേക്ക് പോകാൻ സുഹൃത്തുക്കളെ നമുക്ക് എങ്ങനെ കഴിയും? ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും ഊതി വീർപ്പിച്ച് പർവ്വതീകരിച്ച് ബന്ധങ്ങൾ പോലും ഇല്ലാതാക്കി അല്ലേ? ചെറിയ മിസ്റ്റേക്കുകൾ പോലും പുറത്തു കൊടുക്കാതെ അങ്ങനെ കടിച്ചുവിട്ട് അതിനിങ്ങനെ വമ്പ സംഭവമാക്കി നടക്കുന്ന പ്രകൃതക്കാരനും പ്രകൃതക്കാരിയുമാണോ നമ്മൾ? ആത്മാർത്ഥമായി കൊണ്ട് സുഹൃത്തുക്കളെ ഒന്ന് വിലയിരുത്താൻ കഴിയണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം കയ്യും കെട്ടിയിട്ട് നമ്മൾ പടച്ചോട് ചോദിച്ചു. എന്നിട്ട് ഏതാ പ്രാധാന്യം നമ്മൾ പറഞ്ഞു? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. പടച്ചോ എനിക്ക് വേണ്ട റൂട്ട് ഏതാണെന്നറിയോ? നീ അനുഗ്രഹിച്ച ആളുകളുണ്ട്, ആ അനുഗ്രഹിച്ച ആളുകളുടെ ജീവിത ശൈലി അപ്പോൾ നമ്മൾ കണ്ടത്. ആ നിലപാടിൽ അവരുടെ ആ ഒരു റൂട്ടിൽ എന്നെയും അണിനിരത്തണേ എന്ന് പറഞ്ഞതിനോടൊരു കൂറുണ്ടെങ്കിൽ സഹോദര മാറാൻ കഴിയണം, മാറ്റാൻ കഴിയണം നിലപാടുകളെ. നമ്മുടെ സംസ്കാരത്തെ അടിത്തട്ടിലും തുടങ്ങണം. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, വിട്ടുവീഴ്ചയുടെ വിഷയത്തിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആറ്റിക്കുറുക്കിയ ഒരു വാചകം നമ്മൾ കേൾപ്പിച്ചു. മഹാനായ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം നൽകിയ ഉപദേശത്തിൽ ഈ വിഷയം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നമ്മുടെ ലൈഫിൽ അത് എങ്ങനെ നമ്മൾ കൊണ്ടുവരണം എന്ന് കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. യാ ഉഖ്ബത്ത് ബിൻ ആമിർ അല്ലയ ഉഖ്ബ സുൽമൻ ഖതഅക, നിന്നോട് ബന്ധം വിച്ഛേദിച്ചവരോട് നീ ബന്ധം പുതുക്കണം എന്നാണ്. കഴിയുണ്ടോ നമ്മൾ നല്ലോണം ആലോചിക്കണം അല്ലേ? അവന്റെ മകളുടെ കല്യാണത്തിൽ എന്നെ വിളിച്ചില്ല, അവിടെ എന്റെ കുട്ടിന്റെ കല്യാണത്തിൽ ഞാൻ അവരും വിളിക്കൂല. ഞാൻ രോഗിയായപ്പോൾ അവരെന്നെ സന്ദർശിച്ചില്ല, അത് അവരും എന്ത് മരിച്ചാലും വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കൂല. അങ്ങനെയൊക്കെ നിലപാടെടുത്ത് പോകുന്ന മനുഷ്യന്മാരുണ്ട്. ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് എന്ത് ത്യാഗമുള്ളതല്ലേ? എന്നോട് ഇങ്ങോട്ട് നല്ലതാണെങ്കിൽ മാത്രം ഞാൻ അങ്ങോട്ട് ഓക്കെയാണെന്ന് എന്ത് മാന്യതയാണത്? എന്ത് ത്യാഗമാ നമ്മളൊക്കെ സ്വർഗത്തിന് വേണ്ടി സുഹൃത്തുക്കളെ സഹിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയുക. കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചവരോട് പോലും, ശക്തമായ പ്രഹരങ്ങൾ വരുത്തിയവരോട് പോലും എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ എടുത്ത നിലപാട് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല എന്നൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ അങ്ങോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ പറഞ്ഞു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് നൽകാതെ പിടിച്ചോക്കുന്ന ആളുണ്ടാവും, ഈ അങ്ങോട്ട് കൊടുക്കാനുള്ള കൊടുത്തോന്നാണ്. നിനക്ക് കിട്ടിയോ ഇല്ലോ എന്ന് നോക്കണ്ട. നീ ഒരു പ്രയാസത്തിൽ കടന്ന സമയത്ത് അവന്റെ അടുത്ത് ക്യാഷ് ഉണ്ടായിട്ടും സമ്പത്ത് ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കിയില്ല. 10 പൈസ അവൻ തന്നില്ല. എന്റെ കുട്ടിനെ കെട്ടിക്കാൻ 10 രൂപ അവൻ തന്നിട്ടില്ല. നമുക്കറിയാം അവനക്ക് ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട് പക്ഷെ തന്നിട്ടില്ല. എന്താ ചെയ്യാ? അവനക്കൊരു പ്രയാസം തോന്നുകയാണോ? നമ്മളെടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ കൊടുക്കുക. നമുക്ക് നൽകാതിരിക്കാൻ എനിക്ക് നേരത്തെ തന്നില്ല എന്നതൊരു കാരണമാകരുത്. നമ്മുടെ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മുടെ നിലപാടുകളാ സുഹൃത്തുക്കളെ.
ഇത് പ്രവർത്തന തലത്തിൽ കൊണ്ടുവരണമെന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. വഅഫു അമ്മൻ വലമക, നിന്നെ ഉപദ്രവിച്ചവരോട് മാപ്പ് കൊടുത്ത് ശീലിക്കുക. മാപ്പ് കൊടുത്ത് ശീലിക്കുക വല്ലാത്ത ഉപദേശമാണ് സുഹൃത്തുക്കളെ. എങ്കിൽ ഉയർച്ച മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യനിക്ക് ഒരു അടിമക്ക് അല്ലാഹു അഫൂ കൊണ്ട് മാപ്പ് കൊടുക്കുന്നതുകൊണ്ട് ഇസ്സത്തല്ലാതെ പ്രതാപമല്ലാതെ ഉയർച്ചയല്ലാതെ അവനക്ക് കൊടുത്തിട്ടില്ല എന്ന് റഹ്മാനായ റബ്ബ് നമ്മളോട് പറഞ്ഞ കേസാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞു ഉന്നതമായ പ്രതിഫലവും അവൻക്ക് ബാക്കിയുണ്ട് എന്നാണ്. വിട്ടുവീഴ്ച ഏറ്റവും കൂടുതൽ നമ്മൾ കാണിക്കേണ്ട ഒരു ഏരിയയാണ് സുഹൃത്ത് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. കാരണം കുടുംബം അത് പൊന്നുപോലെ കൊണ്ട് നടന്നിട്ടില്ല എങ്കിൽ സ്വർഗ്ഗമില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, കുടുംബ ബന്ധത്തെ പരിക്കേൽപ്പിച്ചവൻ മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിലേക്കില്ല എന്നാണ്. അത് നല്ല നിലക്ക് കൊണ്ടിടക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം വിട്ടുവീഴ്ച മനോഭാവം വേണം, ത്യാഗസന്നദ്ധത വേണം അല്ലെ. ഭാര്യന്റെ എന്തെങ്കിലും പ്രശ്നം കാണുമ്പോഴേക്ക് നമ്മൾ ഊതി വീർപ്പിക്കുന്ന മെന്റാലിറ്റി നമുക്കുള്ളതെങ്കിൽ സുഹൃത്തെ അധികം അത് മുന്നോട്ട് പോകൂല. പിന്നെ ഇങ്ങനെ ആളുകളെ ബോധിപ്പിക്കുന്ന ഭാര്യ ഭർത്താവിൽ നടക്കുന്നേ ഉണ്ടാവുള്ളൂ. ഒരു സുഖവും ഒരു സന്തോഷം നമുക്ക് ഉള്ളുകൊണ്ട് ആസ്വദിക്കാൻ കഴിയില്ല. 100 നന്മ ഉണ്ടെങ്കിൽ ഒരു തിന്മ ഉണ്ടാവുള്ളൂ. പിശാച് പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരിക്കുക തിന്മയായിരിക്കും. പ്രവാചകൻ മറക്കാൻ പറഞ്ഞു, അവരുടെ ബാക്കിയുള്ള നന്മകൾ നീ കാണണം. ഈ 90 തിന്മ ഉണ്ടെങ്കിൽ ഒരു നന്മ ഉണ്ട്, ആ നന്മ നീ കാണണം. എത്ര വലിയ പ്രവാചക അധ്യാപനങ്ങളാണ് സുഹൃത്തുക്കളെ. ഭർത്താവ്, ഭാര്യ, അമ്മായിമ്മ, മരുമകൾ, ഏറ്റവും വലിയ വിഷയമാണ് അതൊക്കെ. തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം നോക്കിയിട്ട്. എന്തു സ്വഭാവമാണ് സഹോദരിമാരതെല്ലാം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. ഇനിയിപ്പോ എന്തെങ്കിലും കണ്ടു തന്നെ കൂട്ടുക, വിട്ടുകൊടുക്കണമെന്നല്ലേ റബ്ബ് പറഞ്ഞത്. വിട്ടുകൊടുക്കണമെന്നല്ലേ പറഞ്ഞത്. ഒരാളുടെ ന്യൂനത മാത്രം തെരഞ്ഞുകൊണ്ട് പോകുന്നൊരു മൈൻഡ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ചില ആളുകൾക്ക് അതൊരു വീക്ക്നെസ്സാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ നോക്കി നടക്കുക. വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ള പരലോകത്ത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ആര് എന്തോ എങ്ങനെയോ നിൽക്കട്ടെ, നമ്മൾ അങ്ങോട്ട് എങ്ങനെ എന്നതാണ് വിഷയം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജീവിതത്തിലുടനീളം നമ്മുടെ നേതാവെങ്കിൽ, മാതൃകാവര്യനെങ്കിൽ ആ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച റൂട്ടിലൂടെ ജീവിക്കുമ്പോഴേ അദ്ദേഹം എത്തിയ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്കും കഴിയുകയുള്ളൂ. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ റജബ് എന്ന് പറയുന്ന മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എന്താ റജബിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പവിത്രമായ മാസമാണെന്നാണ്. എന്താ ഈ പവിത്രമായ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? ഫലാ തളിമു ഫീഹിൻ അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് ഒരു അക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടി സൂക്ഷ്മത വരണം. ബാക്കിയുള്ള മാസങ്ങളെ പോലെയല്ല, തെറ്റുകൾ ഒരിക്കലും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള മാസങ്ങളെക്കാൾ തെറ്റിന് ഗൗരവമുണ്ട്, ബാക്കിയുള്ള മാസങ്ങളെക്കാൾ ഏറെ നന്മക്ക് പ്രതിഫലവുമുണ്ട്. ഈ നിയ്യത്ത് ഉണ്ടായിക്കോട്ടെ. അതുകൊണ്ട് എന്ത് നന്മകൾ ചെയ്യപ്പെടും ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ മാസം കിട്ടിയ കൂലി എല്ലാ പ്രാവശ്യം കിട്ടുക ഈ മാസം. ആ നിലക്ക് നമ്മൾ എന്താക്കണം, അതിനെടുക്കണം. എന്നാൽ ഈ ഒറ്റ കാര്യത്തിനപ്പുറത്ത് വേറൊരു മഹത്വവും റജവുമായി ബന്ധപ്പെട്ടില്ല. പല ആളുകളും പലതും പറഞ്ഞു നടക്കുന്നുണ്ട്. പല പോലീസുകളും പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. വാട്സപ്പിലൊക്കെ സജീവമായി കൊണ്ട് പലതും കാണാൻ കഴിയും. റജബിന്റെ മാസത്തെ അറിയിച്ചവന് നരകം പോലും നിഷിദ്ധമാണ് എന്നൊക്കെ ആളുകൾ എവിടെന്നോ പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്ന കാണാൻ നമുക്ക് കഴിയും. മിഅ്റാജ് നടന്നത് റജബ് മാസത്തിലാണെന്ന് 27-നാണ് എന്നും അന്ന് പ്രത്യേക നോമ്പ് നിസ്കാരമൊക്കെ പല ആളുകളും പലതും ചെയ്തു കൂട്ടുന്ന കാണാൻ കഴിയും. അതെല്ലാം തനിച്ച ബിദ്അത്തുകളാണ് എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ക ജാഹിലിയ വിശ്വാസമാണ് അതെല്ലാം. ഇന്നമാ റജബ് കാന യുഅല്ലിമുഹു അഹ്ലുൽ ജാഹിലിയ്യ ഫലമ്മാ ജാഅ അൽ-ഇസ്ലാമു തറക. ഇസ്ലാം വരുന്നതിന് മുമ്പ് ജാഹിലിയത്തിലെ ആളുകൾ പോലീസ് കൊടുത്തിരുന്ന മാസമായിരുന്നു റജബ് എന്ന് പറഞ്ഞു. അത് ഇസ്ലാം വന്നതോടുകൂടി അത് കഴിഞ്ഞു എന്നാണ്. പിന്നെ അള്ളാഹ് പറഞ്ഞ പോലീസുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ പവിത്രമാക്കപ്പെട്ട മാസമാണെന്നൊരു സംശയമല്ല. ആ പവിത്രമാക്കപ്പെട്ട മാസം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നന്മകൾ അധികരിപ്പിക്കാനും തിന്മകൾ ഇല്ലാതാക്കാനും പൊറുക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഗ്രന്ഥം തന്നെ രചിച്ചു റജബിലെ അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറഞ്ഞു വെച്ചൊരു വാചകം, ഷാഫിഈ മദ്ഹബിലെ അഗ്രേസനായ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, ലം യരിദ് ഫീ ഫളി ശഹ്രി റജബിൻ വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലിഹുൽ ഹുജ്ജ. ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത
എന്നുള്ള നിലക്ക് ഇതിൽ നമ്മൾ പ്രത്യേകം നിർവഹിക്കേണ്ട ഒരു നോമ്പോ നിസ്കാരമോ ഒന്നും സ്വഹീഹായ ഹദീസുകളുടെ എവിടെയും കാണുക സാധ്യമല്ല എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ ബിദ്അത്തുകളിൽ നിന്ന് വിട്ട് നിൽക്കുക, അല്ലാഹ് പറഞ്ഞിടത്ത് നിൽക്കുക. അവിടെ നിന്നാൽ തന്നെ നമുക്ക് സ്വർഗം ഉറപ്പാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. എല്ലാ ഏരിയകളും നമ്മൾ ഉഷാറാക്കുക. നമ്മുടെ സ്വഭാവരംഗത്തും കർമ്മരംഗത്തും വിശ്വാസരംഗവും എല്ലാം ഒരുപോലെ ഒറ്റിണക്കി കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇൻഷാ അല്ലാഹ് ഹിദായത്തിലായിക്കൊണ്ട് മരിക്കാൻ കഴിയുകയുള്ളൂ. റഹ്മാനായ റബ്ബ് ആ ഒരു തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകളും വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പരാധീനതകളുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.